ഓരോ സർക്കാർ ഓഫീസുകളിലും സഖാക്കളുടെ ഭരണം പൊടികുത്തി വാഴുന്നു. മേശമേൽ കയറിയിരിക്കുകയാണ് സഖാക്കൾ. തെമ്മാടിത്തരം മാത്രം മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് ചോദിക്കാൻ ഭയപ്പെടുന്നു. ഈ നാട്ടിലെ എന്തിനേയും ഭസ്മീകരിക്കുന്ന മാധ്യമങ്ങളോട് പറഞ്ഞത് നമ്മൾ കണ്ടതല്ലേ? കടക്കാവർത്തുന്ന അത്രയും ദാർഷ്ട്യം കൈമുതലാക്കി മുന്നോട്ട് വരുമ്പോ ഈ നാട്ടിലെ മാധ്യമ പ്രവർത്തകരോടടക്കം എനിക്ക് പറയാനുള്ളത്, ഇതിനൊക്കെ മറുപടി കൊടുക്കാനുള്ള അവസരമായി കടന്നു വരുന്നത് ലോക്സഭാ ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. സകലമാന പാർട്ടികളും അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇതൊക്കെ നന്നായി ഓർമ്മയിൽ നിൽക്കണം. CPM എന്താണ് ഈ നാട്ടിൽ ചെയ്തിട്ടുള്ളത്? എന്താണ് അവരുടെ ചരിത്രം? നസ്രീനോട് മാത്രം ചോദിച്ചാൽ മതി എന്താണ് CPM എന്ന്. ഏകാധിപത്യ പ്രവണതയോടുകൂടി പ്രവർത്തിക്കുമ്പോ അത് കണ്ട് മനസ്സടക്കി വിഷമിച്ച് നോക്കി നിൽക്കാൻ കേരളത്തിലെ ദേശീയ ജനാധിപത്യ സഖ്യം തയ്യാറല്ല എന്നുള്ള ഉച്ചത്തിലുള്ള പ്രകമ്പനപരമായിട്ടുള്ള ഒരു സന്ദേശമാണ് ഈ ഉപവാസത്തിലൂടെ നമ്മൾ നൽകുന്നത്. നമുക്കറിയാം, ശബരിമലയിൽ ഈ മണ്ഡലമാസത്തിന്റെ പൂജയ്ക്കായി നടന്നുറന്ന അന്നു മുതൽ തന്നെ ഏതെങ്കിലും സ്ത്രീകളെ കയറ്റിയേ അടങ്ങൂ, പരിപാവനമായ ആ സന്നിധാനം കളങ്കപ്പെടുത്തിയേ അടങ്ങൂ എന്നുള്ള രീതിയിൽ കേരളത്തിലെ സർക്കാർ മുന്നോട്ട് പോയപ്പോ കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഒരു വനിത പോലും തയ്യാറാകാതിരുന്നപ്പോ മാവോയിസ്റ്റുകളും തീവ്രവാദ ബന്ധങ്ങളുമുള്ള വനിതകളെ രംഗത്തിറക്കിക്കൊണ്ട് വിശ്വാസികളുടെ നെഞ്ചത്തിൽ കത്തി കുത്തിയിറക്കുന്ന രീതിയിലുള്ള ഈ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഈ സമയത്ത് ഈ നാട്ടിൽ ഇവർ കാട്ടിക്കൂട്ടിയ എല്ലാ പേക്കൂത്തുകൾക്കും മറുപടി പറയാനുള്ള ഒരു അവസരം കൈവന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ BJPയുടെ നേതൃത്വത്തിൽ BDJSന്റെ സഹകരണത്തോടെ കേരള കോൺഗ്രസുകൾ LJP അടക്കം വിവിധ കക്ഷികളുടെ പിന്തുണയോടെ ഒരു നല്ല സംഘടനാ സംവിധാനത്തോടെ ഇത് മുന്നോട്ട് പോകുമ്പോൾ നാം കൺതുറന്ന് കാണേണ്ട മറ്റൊന്നുകൂടി അവിടെയുണ്ട്. ഒരു കത്തോലിക്കൽ എന്ന നിലയിൽ ഞാൻ പച്ചക്കത് വിളിച്ചു പറയാൻ എനിക്ക് അന്തസ്സും അഭിമാനവും കൂടിയുണ്ട്. പക്ഷെ ഇത്രയും വർഷത്തെ ഇവിടെ LDFന്റെയും UDFന്റെയും ഭരണം കഴിഞ്ഞിരിക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ന് യഥാർത്ഥത്തിൽ കേരളത്തിലെ ജാതീയമായിട്ടുള്ള സ്പർദ്ധകൾ ഓരോ പ്രാവശ്യവും ഇവിടെയൊക്കെ രാഷ്ട്രീയത്തിന് വേണ്ടി വളർത്തി എന്നുള്ള കാര്യം നമുക്കൊക്കെ അനുഭവങ്ങളിലൂടെ മനസ്സിലായിട്ടുള്ളതാണ്. എന്നിട്ട് നമുക്കറിയാം, ഇന്ന് NDA ആണ് ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജാതി പാർട്ടി എന്ന് ആക്ഷേപിക്കുവാനും ഇവരൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ തന്നെ ശബരിമല വിഷയം വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്? യഥാർത്ഥത്തിൽ ഏതാണ്ട് 98% വരുന്ന ആളുകൾ വിശ്വാസികളാണ്. ഒന്നുകിൽ ക്രിസ്ത്യൻ സമുദായത്തിൽ, അതല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൽ, അല്ലെങ്കിൽ ഹിന്ദുക്കളുമായി വിവിധ സമുദായങ്ങളിൽ വിശ്വസിക്കുന്ന 98% വരുന്ന വിശ്വാസികൾക്കെതിരെ 2% വരുന്ന അവിശ്വാസികൾ നടത്തുന്ന യുദ്ധമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം നമുക്കൊക്കെ അറിയാവുന്നതാണ്. പക്ഷേ ഇതിൽ വലിയ ഒരു രാഷ്ട്രീയ ഉദ്ദേശമുണ്ട്. കഴിഞ്ഞ 10-25 വർഷക്കാലം കൊണ്ട് കേരളത്തിലെ ഈ പറയുന്ന 2 മുന്നണികളും നമുക്കറിയാം ജാതി രാഷ്ട്രീയം കളിച്ചത് വളരെ വൃത്തികെട്ട രീതിയിൽ ഒരുപാട് തരത്തിലുള്ള ജാതി രാഷ്ട്രീയം കളിച്ചവരാണ്, പാരമ്പര്യമുള്ളവരാണ് ഇവരൊക്കെ. ഇന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത്? കേരളത്തിൽ ഏറ്റവും ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളെ പലതട്ടിലാക്കുകയും അതിനോടൊപ്പം അത് കണ്ടുകൊണ്ട് ഈ കേരളത്തിലെ ക്രിസ്ത്യാനികളും മുസ്ലിം സഹോദരങ്ങളുമായിട്ടുള്ള ആളുകളുടെ വോട്ട് നേടാം എന്നുള്ള ഒരു സങ്കുചിതമായിട്ടുള്ള ചിന്തയാണ് ഇതിന്റെ പുറകിലുള്ളതെന്ന് നമ്മൾ മാറി നിന്ന് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയാവുന്ന കാര്യമേ ഉള്ളൂ. ആ പ്രസംഗത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയും നമ്മൾ കണ്ടു. അതൊരു പ്രതിഷേധമാണ്. ഇന്ന് തങ്ങളുടെ നേരിട്ട് കുതിര കയറാൻ വന്നാൽ ഇവിടുത്തെ വിശ്വാസി സമൂഹം കയ്യും കെട്ടി നോക്കിയിരിക്കില്ല എന്നുള്ളൊരു ശക്തമായ ഒരു താക്കീതാണ് ഇന്നലെ വിശ്വാസി സമൂഹം കൊല്ലത്ത് കേരളത്തിന്റെ ഭരണാധികാരിയായ ശ്രീ പിണറായി വിജയന് നൽകിയത്.